ഹായ് ഓൾ. ക്രിസ്റ്റഫർ നോളൻസ് ദി ഒഡീസി, ഒറ്റപ്പേര് ക്രിസ്റ്റഫർ നോളൻ. അത് മാത്രം മതി നമുക്ക് ഈ സിനിമ കാണാൻ. പടം വേറെ ലെവൽ. ഒരു പ്രേക്ഷകനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും പടത്തിൽ അങ്ങനെ ആണി നിരത്തി വെച്ചിട്ടുള്ളൂ. അഭിനയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഡീസിയസ് ആയിട്ട് വരുന്ന മാറ്റ് ഡാമോൺ വേറെ ലെവൽ. കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം നമുക്ക് ത്രില്ല് കിട്ടേണ്ടടുത്ത് ത്രില്ല് വേണമെന്ന് തോന്നുന്ന സമയത്ത് ത്രില്ല് കൊണ്ടുവരിക, ഫൈറ്റ് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഫൈറ്റ് കൊണ്ടുവരിക, അതുപോലെ എല്ലാം ഒരു പാക്കായിട്ട് നമുക്ക് തന്നിട്ടുള്ള പടമാണ്. ഈ പടം കണ്ടതിനകത്ത് എനിക്കൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിരിക്കുന്നത് കുറേ നീളൻ ഫൈറ്റ് സീൻസ്, വാർ സീൻസൊക്കെ വരുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സീനിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. വേറെ ബാക്കിയുള്ളിടത്തെല്ലാം നല്ല സ്റ്റൈലായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കുറച്ച് നീളം ഫൈറ്റ് സീൻസ്, വാർ സീൻസൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ഡിഫക്റ്റ് പോലെ തോന്നി. കാരണം മ്യൂസിക് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന പോലെ അത് ഒരേ ടൈപ്പിംഗ് ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രാമായണത്തിലെ കുറച്ച് സീൻസൊക്കെ ഓർമ്മ വന്നു. ആ രീതിയിൽ ഒരു ഇവൻ്റ് നടത്തുന്നുണ്ട് സിനിമയിൽ. നിങ്ങൾ കണ്ടു നോക്ക്, ഇപ്പം മനസ്സിലാവും. ബട്ട് പടം സൂപ്പർ.